നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് ഇന്നലെ ബഡ്ജറ്റായിരുന്നു. ബഡ്ജറ്റ് 2026-27 ബഡ്ജറ്റ് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ള ഒന്നാണ്. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് വന്നു, ഗവൺമെൻറ് മാറിയപ്പോൾ പുതുക്കിയ ബഡ്ജറ്റ് പൂർണ്ണ ബഡ്ജറ്റല്ല, അതിൽ ചില്ലറ ഭേദഗതികൾ വരുത്തി അവതരിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. ആ നിലയിലൊരു പുതുക്കിയ ബഡ്ജറ്റ് ആണ് ഇന്നലെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് നേരത്തെ അംഗീകരിച്ച ബഡ്ജറ്റിൽ കാര്യമായ മാറ്റം വരുത്താതെ പുതിയ ചില കൂട്ടിച്ചേർക്കലുകളെല്ലാം വരുത്തിക്കൊണ്ടുള്ളതാണ് പുതിയ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ പയ്യന്നൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിലുള്ള പരിഗണന അതിൽ ലഭിച്ചിട്ടുണ്ട്. 22 പദ്ധതികൾ പയ്യന്നൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 7 പദ്ധതി അടങ്കലിൻ്റെ 20% ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ നടപടികൾ ആരംഭിക്കാമെന്നതാണ് പൊതുവായ കീഴ്വഴക്കം. അതനുസരിച്ച് 7 പദ്ധതികൾ 20% തുക ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ASും TSും എല്ലാം വാങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ബാക്കിയുള്ള 15 പദ്ധതികൾ അതിൽ ടോക്കൺ എമൗണ്ട് മാത്രമാണ് ബഡ്ജറ്റിൽ നീക്കി വച്ചിട്ടുള്ളത്. അതെല്ലാ ബഡ്ജറ്റിലും ആ നിലയിൽ തന്നെയാണ്. അപ്പോൾ അത് പിന്നീട് അതിൻ്റെ തുടർ നടപടികളുമായി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. പിന്നീട് അതിൻ്റെ TSും ASും എല്ലാം വാങ്ങേണ്ടതുണ്ട്. അതിന് ഫണ്ട് അനുവദിക്കേണ്ടതുണ്ട്. ആ നിലയിലുള്ളതാണ് 15 ഇനങ്ങൾ ഉള്ളത്. ഏതായാലും പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ബസ് സ്റ്റാൻഡ് വലിയൊരു വിഷയമായി നിലനിൽക്കുന്നതാണ്. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. സാധാരണ ബസ് സ്റ്റാൻഡുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ഗവൺമെൻറ് നേരിട്ട് അതിന് സാമ്പത്തിക സഹായം നൽകാറില്ല. അപ്പോൾ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോയാൽ സമീപകാലത്തൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ മാർഗം എന്ന നിലയിലൊരു ആലോചന നടത്തിയപ്പോൾ കേന്ദ്ര ഫണ്ട് അതിനുവേണ്ടി അനുവദിക്കാം എന്ന ഒരു ഉപദേശം ലഭിക്കുകയുണ്ടായി. ആ നിലയിൽ ഞാൻ പയ്യന്നൂരിൻ്റെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ എഴുതി നൽകിയതിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന നിലയിലാണ് അത് എഴുതി കൊടുത്തത്. ആ നിലയിലത് ബഡ്ജറ്റിൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുക സംബന്ധിച്ചൊരു സംശയമുണ്ട്. അത് ഓൺലൈനിൽ 8 കോടി എന്നുള്ള നിലയിലാണ്. പ്രിൻ്റഡ് ബുക്കിൽ 5 കോടി എന്നുള്ള നിലയിലാണ് വന്നിട്ടുള്ളത്. അത് അടുത്ത തിരുവനന്തപുരം തിങ്കളാഴ്ച ബജറ്റ് സമ്മേളനമുണ്ട്. പോയാൽ അത് നമുക്ക് സംശയം ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. അത് 5 കോടിയാണോ 8 കോടിയാണോ എന്നുള്ളത് ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഒന്നും നേരത്തെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതി കൊടുത്തപ്പോൾ ഇത്ര സംഖ്യ എന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് എത്ര കോടിയെന്ന് പറയാൻ സാധിക്കാത്തത്.
അപ്പോൾ 5 കോടിയാണോ 8 കോടിയാണോ എന്നത് സംബന്ധിച്ച് സംശയമുണ്ട്. അപ്പോൾ ഏതായാലും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ആ ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിക്കാൻ ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ഒരു ശാപമോക്ഷത്തിന് ഇടവരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ബസ് സ്റ്റാൻഡ് കൊണ്ട് പ്രയോജനമുണ്ടാകണമെങ്കിൽ നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ റോഡ് വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ്. നേരത്തെ നേവൽ അക്കാഡമിയുടെ ഭാഗമായി ഒരു റോഡ് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പിന്നീട് നേവൽ അക്കാഡമി ആ പ്രപ്പോസൽ ഉപേക്ഷിച്ചു. അപ്പോൾ അത് വരാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനെ ഹൈവേയുമായി എങ്ങനെ ബന്ധിപ്പിക്കാൻ സാധിക്കും എന്ന നിലയിൽ ആലോചിച്ചുകൊണ്ടൊരു പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. അപ്പം അതിനുവേണ്ടിയും 5 കോടി നീക്കിവെക്കാൻ ഈ ബജറ്റിൽ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെരുമ്പ ചെറിയ പുഴക്ക് ആ പുതിയ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പെരുമ്പ തോടിന് ഒരു പാലം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അങ്ങോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിനൊരു 1.5 കോടി ഈ ബജറ്റിൽ നീക്കിവെക്കാൻ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റോഡിൻ്റെ പാലം അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരേണ്ടതാണ്. അങ്ങനെ ഒരു പ്രപ്പോസൽ കൂടി ഈ ബജറ്റിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റോഡും ഇതിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഒരു വലിയ പദ്ധതി പുളിയത്ത് കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അത് തൃക്കരിപ്പൂരുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന്, ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് തടയുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു പാലമായി വാഹനം പോകാനുള്ള സൗകര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാകണം എന്ന നിലയിൽ നേരത്തെ ആവശ്യം ഉയർന്നു വന്നതാണ്. അപ്പം അതിനൊരു 80 കോടി അതിന് മാറ്റി ഒരു പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏഴിമല ടോപ്പ് റോഡ്, അപ്പം അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 14 കോടി ഇതിൻ്റെ ഭാഗമായി പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിയേറ്റർ കോംപ്ലക്സ്, നമ്മളെ സിനിമ തിയേറ്റർ കോംപ്ലക്സ് അത് പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. അത് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 5 കോടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ബാധ്യത വരുന്നതാണ്. അപ്പോൾ അതുൾപ്പെടെ ഇതിൽ അംഗീകരിക്കാൻ സന്നദ്ധമായിട്ടുണ്ട്. ആ തിയേറ്റർ കോംപ്ലക്സിനോടൊപ്പം തന്നെ പയ്യന്നൂർ തിയേറ്റർ കോംപ്ലക്സ്, പീപ്പിൾസ് തിയേറ്റർ കോംപ്ലക്സ് എന്ന നിലയിൽ 1 കോടി രൂപ ഇതിൽ ഒരു പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. അത് ഈ നാടക പരിശീലനവും റിഹേഴ്സലും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് ആലോചിച്ചത്. അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ 2 കാര്യം വന്നപ്പോൾ ആളുകളിൽ സംശയം ഉണ്ടാകുന്നുണ്ട്. ഇതെന്താ 2 തിയേറ്റർ എന്ന രീതിയിലുള്ള സംശയം ഉയർന്നു വരുന്നുണ്ട്. ഒന്ന് 5 കോടി സിനിമ തിയേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. 1 കോടി ഈ നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള തിയേറ്റർ എന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. പയ്യന്നൂർ ഏച്ചിലാം വയലിലുള്ള വാനനിരീക്ഷണ കേന്ദ്രം, അപ്പോൾ അതിന് നേരത്തെ ഫണ്ട് ഗവൺമെൻറ് അനുവദിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പദ്ധതി പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മതിയാകില്ല എന്ന് കണ്ട് അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള 1 കോടി രൂപ ഇതിൽ അംഗീകരിച്ചിട്ടുണ്ട്. ചെറുപുഴ പഞ്ചായത്തിൽ ഒട്ടേറെ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട്. പുളിങ്ങോം ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു 50 ലക്ഷത്തിൻ്റെ പദ്ധതി ഇതിൽ അംഗീകരിച്ചിട്ടുണ്ട്. ചെറുപുഴ പാലം മുതൽ ആയന്നൂർ കടുമേനി ഭാഗത്തേക്കുള്ള റോഡ് 4 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്.
ചെറുപുഴ തേജസ്വിനി പുഴയോരം ടൂറിസ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിന് വേണ്ടി 5 കോടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാടിയോട്ടിയാൽ ചെറുവാറ തിമിരി പെരുവാമ്പ റോഡ് അതിന് 7 കോടി രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപുഴയുടെ വശം സൈഡ് കെട്ടി നവീകരിക്കാനുള്ള ഒരു പദ്ധതി 3 കോടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിലയിൽ ചെറുപുഴ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വേണ്ടത്ര വികസനം എത്താത്ത പ്രദേശമെന്ന രീതിയിൽ കുറച്ച് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ AE ഓഫീസ് അവിടെ ഒരു വിദ്യാഭ്യാസ കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 2 കോടി അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാടിച്ചാൽ വയക്കര ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് വേണ്ടി 4 കോടി അനുവദിച്ചിട്ടുണ്ട്. എരമം IT പാർക്ക് അല്ലെങ്കിൽ വ്യവസായ പാർക്ക് അതേതാണെന്ന് ഇതുവരെ ഉറപ്പ് വരുത്തിയിട്ടില്ല. അത് രണ്ടും ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ പേര് തന്നെ ഉള്ളത്. IT പാർക്കിന് വ്യവസായ പാർക്കിന് എന്ന് പറഞ്ഞുകൊണ്ടാണുള്ളത്. ഒരു 5 കോടി രൂപ അതിനു വേണ്ടി പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. കരിവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കെട്ടിക്കുളം ബീച്ച് നവീകരണത്തിന് വേണ്ടി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അരവഞ്ചാല് പുറക്കുന്ന മാധവങ്ങലം റോഡ് അതിന് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ചിറ നവീകരണത്തിന് അത് സൗന്ദര്യവൽക്കരണം നടപ്പാക്കാനും 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കോറും ഹയർ സെക്കൻഡറി കെട്ടിടം അതിന് 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിലുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിക്കാൻ സന്നദ്ധമായിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ബഡ്ജറ്റ് നേരത്തെ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അംഗീകരിച്ചതാണ്, നിയമസഭ പാസ്സാക്കിയതാണ്. അപ്പോൾ ആ ബഡ്ജറ്റ് പൂർണ്ണമായും മാറ്റി പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പുതിയ ഗവൺമെൻറ്റിന് സാധിക്കുന്നതല്ല. അതിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്താൻ മാത്രമേ സാധിക്കൂ. അപ്പോൾ ആ നിലയിലാണ് പുതുക്കിയ ബഡ്ജറ്റ് ഈ നിയമസഭയിൽ ഇന്നലെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പയ്യന്നൂരിൻ്റെ ആവശ്യകതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒട്ടേറെ ആവശ്യങ്ങൾ ഇനിയും നമുക്ക് നേടിയെടുക്കാനുണ്ട്. എങ്കിലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നല്ല പരിഗണന പയ്യന്നൂരിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് MLA എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ടതുണ്ട്. അപ്പോൾ പയ്യന്നൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ ഒരു വികസന രേഖയ്ക്ക് രൂപം നൽകണം എന്ന് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. അത് ഈ ബഡ്ജറ്റ് സമ്മേളനം കഴിയുന്നതോടുകൂടി വിപുലമായ ഒരു വികസന സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ അതുപോലെ തന്നെ സംഘടനകളുടെ അതോടൊപ്പം തദ്ദേശ ഭരണാധികാരികളുടെ ഒക്കെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു വികസന രേഖയ്ക്ക് രൂപം നൽകാൻ സാധിക്കണം എന്നതാണ് ആഗ്രഹം. അപ്പം അതിനൊരു കരട് വികസന രേഖ തയ്യാറാക്കി അതിൽ അവതരിപ്പിക്കും. അപ്പം അതിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ആ വികസന രേഖയ്ക്ക് അന്തിമ രൂപം നൽകാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ അതിന് മുൻഗണന നിശ്ചയിക്കാൻ സാധിക്കണം എന്ന അഭിപ്രായമുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് നടപ്പാക്കേണ്ടുന്ന പദ്ധതികൾ ഏതൊക്കെ, ഒരല്പം സാവകാശമെടുത്തുകൊണ്ട് നടപ്പാക്കേണ്ടുന്ന പദ്ധതികൾ ഏതൊക്കെ എന്ന രീതിയിൽ മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതാണ് നിലവിലുള്ള ഒരു ധാരണ. അപ്പോൾ ആ നിലയിലേക്ക് ഏറെ വൈകാതെ തന്നെ ഈ ബജറ്റ് സെഷൻ അവസാനിച്ചതിന് ശേഷം അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. ഇന്ന് രാവിലെ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞത്, ഈ ചെറുപുഴ പഞ്ചായത്തിൽ ഈ പദ്ധതികളൊക്കെ അനുവദിച്ചപ്പോൾ
അത് ചിലരുടെ വ്യക്തികളുടെ ഒരിടപെടലിൻ്റെ ഫലമായി അനുവദിച്ചതാണ് എന്ന് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു കാര്യം സൂചിപ്പിക്കണം എന്നാവശ്യപ്പെടുകയുണ്ടായി. വ്യക്തികളൊക്കെ നിവേദനം കൊടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഇത് MLA എന്ന രീതിയിൽ മണ്ഡലത്തിൽ നടക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ MLA നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ വിഷയങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വ്യക്തികൾ നിവേദനം കൊടുത്തില്ല എന്ന അർത്ഥത്തിലേ അല്ല. അപ്പോൾ നിവേദനം വ്യക്തികൾ കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ബഡ്ജറ്റിൽ അത് ഉൾപ്പെടണമെന്നില്ല. അപ്പോൾ MLA എന്നുള്ള രീതിയിൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി MLAക്ക് സമർപ്പിക്കുകയും അത് MLA ഗവൺമെൻറ്റിന് നൽകി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ചെറുപുഴ പഞ്ചായത്തിലെ ഈ കാര്യങ്ങളെല്ലാം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ ഒരു പ്രചരണം അവിടെ നടക്കുന്നുണ്ട് എന്ന് ഇന്ന് രാവിലെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. അല്ല, അനുമതിയൊക്കെ നേരത്തെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക്. സിനിമാ കോംപ്ലക്സ്, തിയേറ്റർ കോംപ്ലക്സിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ്. ഇനി അതിൻ്റെ ഇൻറ്റീരിയറാണ് ബാക്കിയുള്ളത്. ഇൻറ്റീരിയറിന് വലിയ സംഖ്യ ചെലവ് വരുന്നതാണ്. അത് പാതി വഴിക്ക് ഉപേക്ഷിച്ച നിലയിലായിട്ട് തന്നെ വർഷങ്ങളായി. സാധാരണഗതിയിൽ നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം എൻജിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് അതിന് അനുമതി നൽകുന്നത്. ഇനിയത് നമ്മൾ ചർച്ച ചെയ്തിട്ട് പ്രയോജനമില്ലല്ലോ. അപ്പോൾ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും തകരാറുണ്ട് എങ്കിൽ അത് അവർ പരിശോധിച്ച് അതിനെന്താ പരിഹാരം എന്നുള്ളത് നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പാതി വഴിക്ക് ഉപേക്ഷിച്ച നിലയിലായിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ അത് പൂർത്തീകരിക്കുക എന്നതാണ് എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള വിഷയം. അതുന്നയിച്ചുകൊണ്ടാണ് ഈ നിലയിൽ 5 കോടി അതിന് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാമന്തളി തീരദേശ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ 1ാം റീച്ച് ടെൻഡർ നടപടി പൂർത്തിയാക്കി കോൺട്രാക്റ്റ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺട്രാക്റ്റ് എഗ്രിമെൻ്റ് ഇതുവരെ വെച്ചിട്ടില്ല. അത് സാങ്കേതികമായൊരു തടസ്സമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് വന്നപ്പോൾ കിഫ്ബി വേണ്ടെന്ന് വെച്ചു. കിഫ്ബി ഫണ്ടാണ് ഈ റോഡിന് വേണ്ടി ഉപയോഗിക്കാൻ നേരത്തെ LDF ഗവൺമെൻറ് തീരുമാനിച്ചത്. അപ്പോൾ കിഫ്ബി വേണ്ടെന്ന് വെക്കുമ്പോൾ ഈ പദ്ധതി ഏത് രീതിയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ആ വ്യക്തത വരുത്തിയാൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കൂ. ആ വ്യക്തത വളരെ പെട്ടെന്ന് തന്നെ വരുത്താൻ സാധിക്കും എന്നാണ് ഞാൻ ഇടപെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വ്യക്തത വരും. അപ്പോൾ അതിനനുസരിച്ച കാര്യങ്ങൾ ആ പദ്ധതി എന്തായാലും മുടങ്ങില്ല. ആ പദ്ധതി മുന്നോട്ട് പോകും. ഈ കിഫ്ബി ഫണ്ട് പ്രവർത്തനം തൽക്കാലം നിർത്തിവെക്കാൻ ഗവൺമെൻറ് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ എങ്ങനെയാണിത് എന്നത് സംബന്ധിച്ചാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. അത് ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 35 കോടി രൂപ ഈ 1ാം റീച്ചിൻ്റെ കോമ്പൻസേഷൻ നൽകുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആദ്യ ഗഡു എന്നുള്ള രീതിയിൽ 35 കോടി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം അതും ഇത് സംബന്ധിച്ചൊരു തീരുമാനം വന്നാലേ കൊടുക്കാൻ കഴിയൂ. അപ്പം അതിനു പുറമെ ഇവിടെ നിന്ന് എക്വിസിഷൻ വിഭാഗം ഒരു സംശയം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് പറഞ്ഞാൽ കെട്ടിടം പൂർണ്ണമായി പൊളിക്കേണ്ടുന്നതിന് എങ്ങനെയാണ് കോമ്പൻസേഷൻ നൽകേണ്ടത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഉത്തരവിലുണ്ട്, ഗവൺമെൻറ് ഉത്തരവിലുണ്ട്. അതനുസരിച്ചാണ് ഇവർ ഇത് കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ അതേ മാനദണ്ഡം ഭാഗികമായി പൊളിക്കേണ്ടുന്ന കെട്ടിടത്തിനും ബാധകമാണോ എന്ന ഒരു സംശയം, എല്ലാം സംശയമാണല്ലോ ഉയർന്നു വരിക, ഉദ്യോഗസ്ഥർക്കുണ്ടായി.
അതുകൊണ്ട് അതിലൊരു വ്യക്തത വേണമെന്ന് പറഞ്ഞ് അവരൊരു കത്തെഴുതി. ആ കത്തിന് ഇതുവരെ മറുപടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ വന്ന ഫണ്ട് കൊടുക്കാൻ സാധിക്കാത്തത് എന്ന് ഇവിടുത്തെ എക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായം പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെയും വിളിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാങ്കേതിക വിഷയം അവരും പറയുന്നുണ്ട്. ഏതായാലും ഈ രണ്ട് പ്രശ്നത്തിനും അടിയന്തര പരിഹാരം കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ അത് പരിഹാരം കണ്ട് ഉടനെ അതിൻ്റെ പ്രവർത്തനം നടത്താൻ സാധിക്കും. കോൺട്രാക്റ്റ് കൊടുത്തതാണ്, കോൺട്രാക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എഗ്രിമെൻറ്റ് ഇതുവരെ വെച്ചിട്ടില്ല. എഗ്രിമെൻറ്റ് വെക്കാതിരിക്കുന്നത് ഈ ഒരു സാങ്കേതിക തടസ്സം മൂലമാണ്. അത് പെട്ടെന്ന് തന്നെ നീക്കി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. അല്ല, ഈ പദ്ധതിയൊന്നും ഇതുകൊണ്ട് നിർത്തിവെക്കില്ല. ഫണ്ടിന് വേറെ എന്താണ്, കിഫ്ബിക്ക് പകരം എന്താണ് ഫണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ് തീരുമാനിക്കേണ്ടത്. ആ കാര്യത്തിലേ ഉള്ളൂ. കിഫ്ബി വഴി നടപ്പാക്കാൻ തീരുമാനിച്ച വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തടയില്ല എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് എന്താണ് ബദൽ മാർഗമെന്ന് ഇപ്പോഴും സർക്കാർ പറഞ്ഞിട്ടില്ല. അത്രയേ ഉള്ളൂ. അത് പെട്ടെന്ന് അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകും. നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ MLAയുടെ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി SSLC, +2, LSS, USS, NMMS ഈ വിഭാഗങ്ങൾക്കുള്ള ഒരാദരവ് നൽകാൻ ആലോചിച്ചിരുന്നു. അതിൽ SSLC, +2 കുട്ടികൾക്കുള്ള ആദരവ് ഈ 28-ാം തീയതി അടുത്ത ഞായറാഴ്ച രാവിലെ കണ്ടോത്ത് കൂർമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിൽ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശസ്തരായ വ്യക്തികൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും മൊമെൻറ്റോ, SSLC, +2 കുട്ടികൾക്ക് അതിൽ വെച്ച് മൊമെൻറ്റോ നൽകുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ മറ്റ് ബിരുദ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാങ്ക് ലഭിച്ച കുട്ടികളെയും അതിൽ ആദരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ SSLC, +2മായി ബന്ധപ്പെട്ടുകൊണ്ട് CBSE സിലബസിൽ പഠിച്ച കുട്ടികളെ പരിഗണിക്കേണ്ടതില്ലേ എന്ന ഒരു ചോദ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അതിലെന്താ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ SSLC, +2 ലിസ്റ്റ് സ്കൂളുകളിൽ നമുക്ക് ശേഖരിക്കാൻ സാധിക്കുന്നതാണ്. CBSE നമുക്ക് ആ നിലയിൽ സാധിക്കുന്നതല്ല. അപ്പോൾ അവരുടെ അടുത്ത് പ്രത്യേക അപേക്ഷ വാങ്ങേണ്ടി വരും. ആ അപേക്ഷ വാങ്ങി ഈ 28-നകം അത് തയ്യാറാക്കി മൊമെൻറ്റോ തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാത്രി നമ്മൾ ഓൺലൈനായിട്ട് അതിൻ്റെ കമ്മിറ്റി ഒന്നും ഇരിക്കുന്നുണ്ട്. ഈ CBSE-കാരെ എങ്ങനെ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ, എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടോ എന്ന കാര്യം ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ അതിൻ്റെ മീറ്റിംഗ് കമ്മിറ്റിയുടെ യോഗം ഓൺലൈനായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ CBSE പ്രശ്നം ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തും. എന്തായാലും ഭാവിയിൽ അത് പരിഹരിക്കേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ് MLA എന്ന നിലയിൽ എനിക്കുള്ളത്. ഇപ്രാവശ്യം നമ്മൾ ആലോചിക്കാൻ ഒരല്പം വൈകി എന്നുള്ളത് കൊണ്ട് അതിനാവശ്യമായ സാവകാശം അവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് അവർ അപേക്ഷ നൽകി അതെല്ലാം തയ്യാറാക്കി തീയതിക്ക് മുമ്പ് കൊടുക്കാൻ സാധിക്കത്തക്ക രീതിയിൽ ഒരു സാവകാശം ലഭിക്കാത്തൊരവസ്ഥയുണ്ടെങ്കിലും ഞങ്ങളതൊന്ന് ഇന്ന് ആലോചിക്കും. ഭാവിയിൽ അത് പരിഗണിക്കണം, CBSE-കാരെ കൂടി പരിഗണിക്കണം എന്ന ഒരു അഭിപ്രായമാണ് MLA എന്നുള്ള രീതിയിൽ എനിക്കുള്ളത്. അതും ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനിക്കാം എന്നതാണ്. LSS, USS, NMMS ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇതിൻ്റെ കൂടെ നടത്തുന്നില്ല. അത് പിന്നീടൊരു തീയതി തീരുമാനിച്ച് പയ്യന്നൂർ മണ്ഡലത്തിൽ 2 കേന്ദ്രങ്ങളിലായി നടത്തണമെന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് കിഴക്കൻ മേഖല എരമംകുറ്റൂർ, അതുപോലെ തന്നെ ചെറുപുഴ, പെരിങ്ങോംവയക്കര പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുപുഴയിലും ബാക്കി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പയ്യന്നൂർ പരിസര പ്രദേശങ്ങളിലും ആയി ഈ LSS, USS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെ, അതുപോലെ തന്നെ NMMS അത് ഈ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഒരു സ്കോളർഷിപ്പാണ് NMMS. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പരീക്ഷയാണത്. അത് ഇതുവരെ ഒരാളും പരിഗണിച്ചിട്ടില്ല, ഒരാളും അവരെ ആദരിക്കാനും തയ്യാറായിട്ടില്ല. അപ്പോൾ LSS, USS
നമ്മൾ അവരെ ആദരിക്കുമ്പോൾ തന്നെ ഈ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇന്ത്യയിൽ ഒരു വലിയ സ്കോളർഷിപ്പാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവരെ കൂടി നമ്മൾ ആദരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതും ഈ LSS USSൻ്റെ കൂടെ അവരെ ആദരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ 2 കേന്ദ്രങ്ങളിലായി പിന്നീടൊരു തീയതി നിശ്ചയിച്ച് നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള പരിപാടി ഈ നിലയിൽ നടത്താൻ തീരുമാനിച്ചു.